and why I romanticize my life. First of all, it is the only way I know how. ചെറുപ്പം തൊട്ടേ എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് ഇൻ ഇറ്റ് സെൽഫ് ഹാസ് ഫെൽറ്റ് എസ് എ മൈൽ സ്റ്റോൺ ഫോർ മീ. അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഡിഫറെൻ്റ് ആണ്. കുറച്ച് സന്തോഷം വേണം, രാത്രി കിടന്നുറങ്ങുമ്പോൾ കുറച്ച് സമാധാനം വേണം, ഇതിൻ്റെ ഇടയിൽ കുറേ ചായ കുടിക്കണം, കുറേ ഫോട്ടോ എടുക്കണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് എനിക്ക് ആക്ച്വലി ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഓട്ടോമാറ്റിക്കലി ഐ ലുക്ക് ഫോർ ദ ടൈനി ട്രേസ് ഓഫ് പോസിറ്റീവ് ബിറ്റ് ദറ്റ് ഈസ് ഹൈഡിങ് അറൗണ്ട് സംവെയർ. ഇൻ ഷോർട്ട്, ഫോർ മീ ദ ഗ്ലാസ് ഇസ് ഓൾവേസ് ഹാഫ് ഫുൾ. വേറൊരു കാര്യം, ദിസ് ആറ്റിറ്റ്യൂഡ് ഹെൽപ്സ് മീ ലിവ് ഇൻ ദ മൂമെൻറ്റ്, ഇൻ ദ പ്രസൻറ്റ്. ഈ ലൈഫ് എന്ന് പറയുന്ന കാര്യം എന്നെയും കടന്നങ്ങ് പോകാതിരിക്കാൻ ദിസ് ഹെൽപ്സ് ഓൾവേസ് മേക്കിംഗ് മീ ലുക്ക് അറ്റ് ദ നൗ. പക്ഷെ ഞാൻ ഇടയ്ക്കെങ്കിലും ഇതൊന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എന്നെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇടയ്ക്ക് ഐ വെൻറ്റ് ടു കാസർഗോഡ് റീസെൻ്റ്ലി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐ ടേക്ക് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നെഫ്യൂ ആണ്, ഒരു 4 വയസ്സുകാരൻ പയ്യൻ. അവിടെ ചെന്ന് പാടവരമ്പത്തിരുന്ന് പായസം കുടിക്കുന്നു, അങ്ങനെയുള്ള വളരെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യാത്ത ഒരുപാട് രസകരമായ അനുഭവങ്ങൾ, കാഴ്ചകൾ. ഞാനപ്പോൾ ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തോണ്ടേ ഇരിക്കുന്നു. ഇവനാണെങ്കിൽ എന്നോട് ചോദിക്കുക, ആ ഫോൺ എടുത്ത് മാറ്റി വെക്കുക, ഫോൺ നടക്ക് കാണുന്നൊക്കെ. ഈ പാടവത്തിന് കൂടെ നമ്മൾ നടന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അവൻ പറയാണ്, എടുക്കണമെങ്കിൽ അവിടെ പോയിട്ട് എടുക്ക്, ഇപ്പൊ നടക്ക്. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിലും ഞാൻ ഇത്രയും സാധനങ്ങൾ ക്യാപ്ചർ ചെയ്തതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. തിരിച്ച് വന്ന് ഈ ചെറുക്കന്റെ കൂടെ തന്നെ വീട്ടുമുറ്റത്തിരുന്ന് ഞാൻ ഈ ഫോട്ടോസ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് കാണിക്കുക, അതാ പൂമ്പാറ്റ തേൻ കുടിക്കണ നോക്കുന്ന്. 4 വയസ്സുള്ള പയ്യൻ എന്നെ വിളിച്ച് കാണിക്കുകയാണ്. ഞാൻ ആ കാഴ്ച കണ്ടിട്ട് കാലങ്ങളായി. മറിച്ച് ഇവനാണ് എന്നെ വിളിച്ച് കാണിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ബ്യൂട്ടിഫുൾ മൂമെന്റ് ഇൻ ഹിസ്റ്ററി ആയിരുന്നു അത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എവറി ലിറ്റിൽ തിങ് ഇസ് എ മെമ്മറി എന്ന് വെച്ച് ടോക്സിക് പോസിറ്റിവിറ്റി അല്ല കേട്ടോ. ഏതെടുത്താലും പോസിറ്റീവ് അതല്ല. ഐ ബിലീവ് എവറി ഇമോഷൻ ഡിസേർവ്സ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. എല്ലാത്തിനും ഇൻ ഷോർട്ട് ബി ട്രൂ ടു വാട്ട് യു റിയലി ഫീൽ, അതാണ് വേണ്ടത്. ദർ ഇസ് സോ മച്ച് ടു ഡിറൈവ് ഫ്രം ദ കാഷ്വൽ മാജിക് അറൗണ്ട് യു. കാഷ്വൽ മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള എവറിഡേ റാൻഡം തിങ്സ്. ഞാൻ ഈ പണ്ട് തൊട്ടേ റൊമാൻറ്റിസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കാഷ്വൽ മാജിക് എന്നുള്ള ടേം എനിക്കും പുതിയതായിരുന്നു. ഞാനത് ആദ്യം കേൾക്കുന്നത് ഒരു യൂട്യൂബറുണ്ട്, അൺജെയ്ഡഡ് ജെയ്ഡ്. UK ഒരു 20-25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് എവറി ഡേ ഷീ മേക്സ് ഇറ്റ് എ പോയിന്റ് ടു ലുക്ക് ഫോർ ദ കാഷ്വൽ മാജിക് അറൗണ്ട് ഹെർ. അത് ആ കുട്ടിയുടെ ഇപ്പോൾ ഡെയിലി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു വാൾ ഗ്രാഫിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ പറയുന്ന, ട്രെയിനിൽ സബ്വേയിൽ പോകുമ്പോൾ ഒരു സ്ട്രേഞ്ചർ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കാം, ഓർ ഈ ഒരു ക്രിസ്റ്റൽ ബോൾ റൂമിൽ ഇട്ടിട്ടുണ്ട് ആ കുട്ടി. ആൻഡ് സോ ദാറ്റ് ഈ വെളിച്ചം വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുട്ടി റെയിൻബോസ് കംസ് ഓൾ അറൗണ്ട് ദ റൂം. ഞാനിത് ഒരിക്കൽ ചെയ്തിരുന്നു ആൻഡ് ഐ കംപ്ലീറ്റ്ലി ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. നമ്മൾ ആ വെയിലടിക്കുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടിലുണ്ടാവണമെന്നില്ല, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അൺടിൽ റീസെൻ്റ്ലി ഞാൻ ആ ഒരു 5-5:30 ഈവനിങ് വീട്ടിലുണ്ടായിരുന്നു. ആൻഡ് എൻറ്റയർ റൂം ഇങ്ങനെ കുട്ടി റെയിൻബോസ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യവും ഇല്ലാതെ എനിക്ക് പെട്ടെന്ന് അങ്ങ് സന്തോഷമാവാണ് നമുക്ക്. സോ ദാറ്റ് ഈസ് ദ കാഷ്വൽ മാജിക്. ആൻഡ് അതേപോലെ അപ്പോൾ ഈ കുട്ടി എനിക്കത് ഭയങ്കരമായിട്ട് റിമൈൻഡ് ചെയ്ത് തന്നു. ഓൾസോ ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. സോ ദാറ്റ് ഐ ഫൈനലി ഹാഡ് എ നെയിം ഫോർ ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ഹാഡ് ബീൻ ഫീലിംഗ്, ആ കാഷ്വൽ മാജിക് എന്നുള്ളത്. വേറൊരു കുട്ടിയാണ് ഡാനിയൽ എന്ന് പറഞ്ഞിട്ട്, അതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഷീ ഈസ് ദിസ് പേഴ്സൺ, വേറെ എവിടെയാണ് വീട്, കൊളറാഡോയിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോയതാണ്. ഒരു 3-4 month ഇൻറ്റേൺഷിപ്പ്. ആൻഡ് കൊളറാഡോ ഇൻ അമേരിക്ക ഇറ്റ്സ് സപ്പോസ് ടു ബി എ വെരി ബ്യൂട്ടിഫുൾ സീനിക് പ്ലേസ്. ആൻഡ് സോ ആ കുട്ടി ഡെയിലി വിചാരിച്ചു ഈ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വല്ല 9 to 5 ഒക്കെ കഴിഞ്ഞ് അങ്ങ് തീർന്നു പോവണ്ട 3 മാസം, ലെറ്റ് മീ ഡൂ സംതിങ് ക്രിയേറ്റീവ്, ലെറ്റ് മീ ഡൂ സംതിങ് ഡിഫറെൻറ്റ്. സോ ഷീ മെയ്ഡ് എ റീൽ എവറി ഡേ ഡൂയിങ് സംതിങ് ആഫ്റ്റർ വർക്ക്, ഫൺ ആഫ്റ്റർ വർക്ക്, ടു മേക്ക് മീ ഫീൽ അലൈവ് അഗൈൻ. അങ്ങനെ പറഞ്ഞൊരു സീരീസ് ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് കുഡ് ബി ആസ് സിമ്പിൾ ആസ് കുക്കിംഗ് എ മീൽ, ഗോയിങ് ടു എ മൂവി, ജസ്റ്റ് ഒരു ഹാമൊക്കെ എടുത്ത് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും അത് കെട്ടിയിട്ടിരുന്ന് വരയ്ക്കുന്നു. അങ്ങനത്തെ സിമ്പിൾ ഒരു ടീഷർട്ട് പെയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ സിമ്പിൾ തിങ്സ്. പക്ഷേ നമുക്കങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ദിസ് ഗീവ്സ് മീ സോ മച്ച് ഓഫ് ഹാപ്പിനെസ്, ചെറിയ കാര്യങ്ങൾ ഗീവ്സ് മീ സോ മച്ച് ഓഫ് ഹാപ്പിനെസ് എന്ന്.
ഐ ജസ്റ്റ് വാണ്ട് ടു റിമൈൻഡ് യു ആൻഡ് ടെൽ യു ദാറ്റ് കാഷ്വൽ മാജിക് ഉണ്ട്, അത് നമുക്ക് ചുറ്റും ഉണ്ട്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, എന്നോട് പറയോ, വാട്ട് വാസ് ദ കാഷ്വൽ മാജിക് യു കെയിം അക്രോസ് ടുഡേ or yesterday or recently? Please tell me. Thank you so much for watching the video.